വെഡിംഗ് ആഭരണങ്ങൾ, ലൈറ്റ് വെയ്റ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ, ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബണ്ടൂർ ആൻഡ് എലങ്കൂർ. നിലമ്പൂർ മേഖലയുടെ വിനോദസഞ്ചാര സാധ്യതകൾ പരമാവധി പ്രചരിപ്പിക്കുകയും പുതിയ അനുഭവങ്ങൾ വിനോദസഞ്ചാരികൾക്ക് പരിചയപ്പെടുത്തുകയും ചെയ്യുന്നതിന്റെ ഭാഗമായി നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷൻ സംഘടിപ്പിച്ച ഫയർഫ്ലൈസ് നൈറ്റ് ക്യാമ്പ് ശ്രദ്ധേയമായി. പൂക്കോട്ടുപാടം TK നഗറിലെ ഫോൾക്കാർട്ട് റിസോർട്ടിലും ഹോൺബിൽ റിസോർട്ടിനോട് ചേർന്ന വനപ്രദേശങ്ങളിലും നടന്ന ക്യാമ്പ് നൂറുകണക്കിന് ആളുകളുടെ പങ്കാളിത്തത്തോടെ ആവേശകരമായി. 10,000-കണക്കിന് മിന്നാമിനുങ്ങുകൾ ഒരുമിച്ച് പ്രകാശിക്കുന്ന അപൂർവ പ്രതിഭാസം നേരിൽ കാണാൻ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ എത്തിച്ചേർന്നു. പ്രകൃതിയുടെ നടുവിൽ നിശബ്ദമായ രാത്രിയിൽ മിന്നാമിനുങ്ങളുടെ ചെറുപ്രകാശങ്ങൾ കാടിന്റെ ഇരുണ്ട വഴികളെ അലങ്കരിച്ച കാഴ്ച പങ്കെടുത്തവർക്ക് മറക്കാനാകാത്ത അനുഭവമായി. ഫാൾക്കാർട്ട് റിസോർട്ടിൽ നടന്ന ചടങ്ങിൽ പ്രശസ്ത കവിയും ഗ്രന്ഥകർത്താവുമായ NM സുരേന്ദ്രൻ കവിത ചൊല്ലി പരിപാടി ഉദ്ഘാടനം ചെയ്തു. NTO വർക്കിംഗ് പ്രസിഡന്റ് മുജീബ് ദേവശ്ശേരി അധ്യക്ഷത വഹിച്ചു. TP അർജുൻ മിന്നാമിനുങ്ങുകളും അവരുടെ പ്രതിഭാസവും എന്ന വിഷയത്തിൽ ക്ലാസ് അവതരിപ്പിച്ചു. കഥ പറച്ചിൽ, ഗാനമാല, കവിതാപാരായണം എന്നിവയോടൊപ്പം ക്യാമ്പ് ഫയർ പരിപാടിയും സംഘടിപ്പിച്ചു. ഇസ്മായിൽ മൂത്തേടം, CH ഇക്ബാൽ, PM ഖാലിദ്, PV സനിൽകുമാർ, ഷാജി കല്ലായി, മുന്താസ് ബാബു, സമീർ ബാബു എന്നിവർ പ്രസംഗിച്ചു. ലൈറ്റുകൾ ഓഫ് ചെയ്ത് വനപാതകളിലൂടെ നടത്തിയ നിശായാത്ര ക്യാമ്പിന്റെ പ്രധാന ആകർഷണമായി. പ്രതികൂലമായ കാലാവസ്ഥയുണ്ടായിരുന്നുവെങ്കിലും 10,000-കണക്കിന് മിന്നാമിനുങ്ങുകളെ ഒരുമിച്ച് കാണാനായത് പങ്കെടുത്തവർക്ക് വലിയ സന്തോഷമായി. വന്യജീവികൾ സഞ്ചരിക്കുന്ന പ്രദേശമായതിനാൽ സുരക്ഷാ മുൻകരുതലുകൾ പാലിച്ചായിരുന്നു യാത്ര. ആഷിഖ് കുമ്പാറ, CM ജാഫർ, KT നൌഫൽ, PP ഷമീം, പ്രവീൺ ഏലായി, ഷിഹാബ് അലൈവ്, അബ്ദുറഹ്മാൻ കുത്ത് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. പ്രകൃതിയും സാഹസികതയും ഒരുമിച്ച് ചേർന്ന ഈ ഫയർഫ്ലൈസ് നൈറ്റ് ക്യാമ്പ് നിലമ്പൂരിലെ ടൂറിസം സാധ്യതകൾക്ക് പുതിയ ഉണർവ് നൽകുന്നതായാണ് വിലയിരുത്തൽ. ഇത്തരം വ്യത്യസ്തമായ പരിപാടികൾ വഴി നിലമ്പൂരിനെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായി ഉയർത്താനുള്ള ശ്രമങ്ങൾ തുടരുമെന്ന് സംഘാടകർ അറിയിച്ചു. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.